നമുക്ക് ബാക്ക് വാഷ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. അത് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ വാൽവ് ലോക്ക് ചെയ്യുക. ഇവിടെ മെയിൻ വാൽവ് ഇതാ വരുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ലിവർ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ നേരെ നമ്പർ 2 അല്ലെങ്കിൽ ബാക്ക് വാഷിലേക്ക് ഇടുക. അതിനുശേഷം മെയിൻ വാൽവ് സാവധാനം തുറന്നു കൊടുക്കുക. അപ്പോൾ ഇത്രയും കാലം ഈ വെസൽ പിടിച്ചു വെച്ചിരിക്കുന്ന കച്ചറകൾ, ചെളികൾ എല്ലാം എന്ത് ചെയ്യും, ഈ ഡ്രൈനേജ് വഴി പുറത്തേക്ക് പോകും. കമ്പനി പറയുന്നത് ഇതൊരു 45 മിനിറ്റ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിലെ വെള്ളത്തിൻ്റെ ലഭ്യത നോക്കിയിട്ട് 45 എത്ര മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഡെമോ ആയതുകൊണ്ട് ഇതിൽ കച്ചറയൊന്നുമില്ല. അപ്പോൾ ഇതൊരു 45 മിനിറ്റ് ആയെന്ന് കരുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 45 മിനിറ്റ് എടുത്തായാലും നമ്മൾ വീണ്ടും വാൽവ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ റിൻസിലേക്ക് ഇടുക. അതായത് ഇപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞ കച്ചറയിലുണ്ടാവും, അത് നേരെ ഫിൽറ്ററിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, റിൻസിലേക്ക് ഇടുന്നു. അപ്പോൾ നമ്മൾ റിൻസിലിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 5-10 മിനിറ്റ് നോക്കുക. അപ്പം ഈ വെള്ളം നല്ല ക്ലിയറായി വരും. ആ വെള്ളം നല്ല ക്ലിയർ ആവുന്നവരെ കാത്ത് നിൽക്കുക. അങ്ങനെ വെള്ളം നല്ല ക്ലിയർ ആയാൽ നമ്മുടെ ലൈനിൽ വരുന്ന വെള്ളമെല്ലാം ക്ലിയർ ആയിരിക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വാൽവ് ക്ലോസ് ചെയ്യുക. വാൽവ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഫിൽറ്ററിലേക്ക് ഇട്ടിട്ട് വെള്ളം ഫിൽറ്ററിലേക്ക് ഇട്ടിട്ട് മെയിൻ വാൽവ് ഓപ്പൺ ആയി കൊടുത്താൽ ലൈനിൽ വരുന്ന വെള്ളമെല്ലാം ഫിൽറ്റർ വെള്ളമായിരിക്കും. ഓക്കെ, ഇത് ലൈനിൽ വരുന്ന വെള്ളമാണ്, ഫിൽറ്റർ വെള്ളം ലൈനിലേക്ക് വരും കേട്ടോ. അപ്പോൾ എത്ര ഇടവേളകൾ വിട്ടിട്ടാണ് ബാക്ക് വാഷ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വെള്ളത്തിൻ്റെ അവസ്ഥ എത്ര വെള്ളം ഉപയോഗിക്കുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും.